Hi, good evening all. ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? സുഖാണ്. ഓക്കെ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷെജീല എന്നാണ്. സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്, അതുപോലെ തന്നെ ഒരു ഫാഷൻ ഡിസൈനറും കൂടിയാണ്. ഓക്കെ. അപ്പോ ഇന്ന് എല്ലാവരും പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ ക്ലാസ്? അതായത് ഹാൻഡ് വർക്കിന്റെ സാധ്യതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഉള്ളവരാണ് അല്ലെ? എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടാവും അല്ലെ? അതെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ കഴിവുകൾ, നിങ്ങളുടെയൊക്കെ സ്വന്തം നിങ്ങൾക്കുള്ള ഒരു സ്കില്ല്, അതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ സ്കില്ല് കൊണ്ട് നമ്മുടെ ലൈഫിൽ എന്ത് മാറ്റാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? അതെ. അപ്പൊ നമുക്കുള്ള എല്ലാവർക്കും, അതായത് ചില ആളുകൾ പറയുന്നേക്കാ എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാന്ന്. എന്തെങ്കിലും ഒരു സ്കില്ലില്ലാതെ മനുഷ്യന്മാരുണ്ടാവൂല അല്ലെ? എന്തെങ്കിലും ഉണ്ടാവും. അതായത് ചിലപ്പോ നന്നായിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കാം നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോ നമ്മൾക്കുള്ള ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പല സിറ്റുവേഷനിലൂടെ നമ്മൾ ജീവിച്ചു വരുന്നവരായിരിക്കും അല്ലെ? അപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫിനെ മാറ്റുക, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ചിലപ്പോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവാം അല്ലെ? നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ നോക്കിയിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെ നന്നായിട്ട് വരക്കാൻ പറ്റും, അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പാട്ട് പാടും, അപ്പോ എന്റെ കഴിവ് അതാണ്. പക്ഷെ ഇതെങ്ങനെ ചിലവർക്ക് അതായിരിക്കും, എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കാന്ന് അറിയാനുണ്ടാവില്ല അല്ലെ? അങ്ങനെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നമ്മളിൽ ഉണ്ടാവും അല്ലെ? പലപ്പോഴും വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാല് നല്ല ഹൈ ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് അല്ലെ? ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ? അപ്പൊ അവര് ചിലപ്പോ മറ്റുള്ളവരെ നോക്കുമ്പോ അവർക്ക് നല്ല ജോലി ഉണ്ട്, അല്ലെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, അപ്പൊ അവരുടെയൊക്കെ ലൈഫ് നന്നായിട്ടിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അധികം ക്വാളിഫൈഡ് അല്ല, അപ്പൊ എന്നെ കൊണ്ട് ഒന്നും സാധിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നവരുണ്ടാവും. ശരിയല്ലേ? ആണോ? ചിലപ്പോഴൊക്കെ ചില ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് നോക്കുമ്പോ അവരുടെയൊക്കെ ലൈഫ് ചിലപ്പോ ഒരേ ഇതില് കുറെ ബുദ്ധിമുട്ടി കഷ്ടപ്പാടിലൂടെ ഒക്കെ ജീവിച്ച് വന്ന ഒരാള് ഏഹ് ചെ- ഏഹ് ഒരു സമയത്ത് അവര് നന്നായിട്ട് അവരുടെ ലൈഫ് സക്സസ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പിന്നിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്കില്ലിനെ അതിലൂടെ ആയിരിക്കും അവരെന്തായിട്ടുണ്ടാവുക, നല്ലൊരു സക്സസ് ആയിട്ടുണ്ടാവുക. അതെങ്ങനെയാ? ഇപ്പൊ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആ കുക്ക് ചെയ്യുന്ന ആൾക്കാര് ചിലപ്പോ തുടക്കത്തിൽ ആദ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു വരുമാന മാർഗമായിട്ട് അതിന് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഉം, അവരുടെ ലൈഫിന്റെ ഒരു ഇത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സമയത്ത് നമുക്ക് തിരിച്ചറിവ് വരും. ആ സമയത്ത് അല്ലെങ്കിൽ വല്ല വേറെ ആരെങ്കിലും നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ കിട്ടിയിട്ട് ആ കുക്കിങ്ങിനെ ഇവരെന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്താലോ ചില ആൾക്കാർ ചെറിയ രീതിയിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു വരിക. ചിലപ്പോൾ അച്ചാർ ഉണ്ടാക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സ്നാക്സ് ഒക്കെ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കും നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടാവുക. പിന്നീട് നോക്കുമ്പോ ചിലപ്പോ ഒരു കാറ്ററിംഗ് സർവീസോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. ശരിയാണോ? അതെ. അപ്പോ അതുപോലെ തന്നെയാണ്
എന്തൊരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ചില സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാര് ചിലപ്പോ സ്റ്റിച്ച് നമ്മൾ ആദ്യം കാണുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്റ്റിച്ചിങ്ങിൽ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരത് പഠിക്കാൻ പോയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവര് ചെറിയൊരു ഡിസൈനിങ് ഒക്കെ ചെയ്ത് വീട്ടിലിങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തു കൊടുത്തു. പിന്നെ അവര് യൂണിറ്റ് ഇടുന്നു, ചിലപ്പോ അവരൊരു ഷോപ്പ് ഇടുന്നു അല്ലെ. അങ്ങനെ ഓരോരോ വളർച്ചകളും പലരിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഇപ്പോ സ്റ്റിച്ചിങ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ്, ക്രാഫ്റ്റ് ഐറ്റംസ്, സിംഗേഴ്സ്, ഇതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, ഹോം ഹാൻഡ് വർക്ക്, അതും ആ ഒരു സ്കില്ലും അതിന്റെ സാധ്യതകളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള ഒരു ഹോബി ചിലപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെ. ആ കാര്യത്തിനെ ആ ഒരു സ്കില്ലിനെ വളർത്തിയെടുത്ത് ചിലപ്പോ ആ ഒരു കഴിവ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനൊരു ട്രെയിനിങ്ങോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. അത് പഠിക്കാൻ പോയിട്ടുണ്ട്. ചില നന്നായിട്ട് പാട്ട് പാടുന്നൊക്കെ ആൾക്കാര് പാടുന്നുണ്ടാവും, പക്ഷെ അവരെന്താ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ കുക്കിംഗ്, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാർ, ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, ഇത് പഠിക്കുന്ന കോഴ്സുകളൊക്കെ ഉണ്ട്, അതൊന്നും ചെയ്യാണ്ട് നന്നായിട്ട് ചെയ്യുന്നവര്, വരക്കുന്നവര്, ഡ്രോയിങ് പഠിക്കാതെ തന്നെ, അതൊക്കെ ജന്മനാ ഉള്ള ഓരോരുത്തരുടെ സ്കില്ലുകളാണ് അല്ലെ. അപ്പോ നമുക്കുള്ള ഒരു ഹോബീനെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത് അത് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താകുന്നു, നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാനായിട്ട് അതുകൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ. അത് പക്ഷെ നമ്മൾ തിരിച്ചറിയുകയും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുകയും വേണം എന്നുള്ളതാണ്. ഇനി ഇപ്പോ ഹാൻഡ് വർക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതില്? ഓരോരുത്തർക്കും പല പല ചിന്തകളായിരിക്കും ഉണ്ടാവുക അല്ലെ. ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിൽ കടന്നു വരുന്ന ഒന്ന് പറയോ? എംബ്രോയിഡറി, എംബ്രോയിഡറി, പിന്നെ ഫാഷൻ ഡിസൈനിങ് കിട്ടല്ലേ അതൊക്കെ. വീട്ടിലെ ബേക്കേഴ്സ് ഒക്കെ, കേക്ക് ബേക്കിംഗ്, ഫുഡ് ഐറ്റംസ് ഒക്കെ. ബേക്കിംഗ്. അതെ. അങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോ എന്താന്നാ, നമ്മൾ കൈകൊണ്ട് മെഷീൻ ഒന്നും ഉപയോഗിക്കാതെ, അതായത് ചില ആവശ്യങ്ങൾക്ക് മെഷീൻ ഉപയോഗിക്കും, പക്ഷെ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ടും വരുന്നത് നമ്മളെ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും അല്ലെ. നമ്മുടെ സ്കില്ലും നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ്, അതാണ് എന്ത് പറയാ, നമ്മള് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ എന്ന് പറയാം അല്ലെ. ജ്വല്ലറീസ് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ്, ഫ്ലവർ മേക്കിംഗ്, ഗിഫ്റ്റ് ഹാമ്പറുകള്, ബേക്കിംഗ്, ഫ്രെയിമുകള്, ഇതൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ്, ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് അല്ലെ. ഇപ്പൊ ഈ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് കസ്റ്റമേഴ്സ് കൂടുതലാണ്, ചില ഡിമാൻഡ് കൂടുതലല്ലേ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്കൊക്കെ, ആണോ? അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മളായാലും ഇപ്പൊ ഒരു ബർത്ത്ഡേ വന്നു, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ ബേക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വാങ്ങിക്കുക അല്ലെ, എന്തെങ്കിലും ഒരു സാധനം. അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കിക്കോ, നമ്മൾ റെഡിമെയ്ഡ് എടുത്താൽ പോലും അതിനെ ഓൾട്ടറേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസൈൻ എക്സ്ട്രാ ചെയ്യാനോ ഇതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തായാലും ചെയ്യാറില്ലേ. അപ്പോ ഈ കസ്റ്റമേഴ്സ് കൂടുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഓരോ പ്രൊഡക്റ്റും അത് ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ സ്കില്ല്
അതൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റി വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു 5 ആൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 ആൾക്കും 5 ഐഡിയാസ് ഉണ്ടാവും. ശരിയല്ലേ? അവരുടെ ഡിസൈൻ ചെയ്യുന്ന സാധനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ 5 സാധനങ്ങളും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല പല ഡിസൈനുകള്, കളർ കോമ്പിനേഷൻസ്, ഇതൊക്കെ ഓരോരുത്തരുടെ സെലക്ഷൻ അനുസരിച്ചിട്ട് അതിന് ഭംഗി കൂടും. ശരിയാണോ? ശരിയല്ലേ? അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റീസ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ ഹോം മെയ്ഡ് സാധനങ്ങൾ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് എന്താണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് കിട്ടും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മള് ഒരു കേക്ക് തന്നെ ഓർഡർ ചെയ്യാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഒരു 1 kg അല്ലെങ്കിൽ 2 kgന്റെ കേക്ക് വേണം. അപ്പോ നമ്മൾ ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ എന്താണ് റൗണ്ടിലുള്ള ഒരു കേക്ക് ആയിരിക്കും ഉണ്ടാകും. നമുക്ക് ആവശ്യമുള്ളത് എന്തായിരിക്കും? ചതുരത്തിലുള്ളതായിരിക്കും അല്ലെ. അപ്പൊ ആ സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടൂല. ആ സ്ഥാനത്ത് നമ്മളൊന്ന് ബേക്കിംഗ് ചെയ്യുന്നവരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലോ, അതിനൊരു ഡിസൈൻ കൊടുക്കുന്നു. ഇപ്പൊ ഒരു കുട്ടിക്കാണ് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തീം കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരു കപ്പിൾസ് ഒരു ആനിവേഴ്സറിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു അല്ലെ. ഇതൊക്കെ അപ്പൊ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കിട്ടും അല്ലെ. അപ്പൊ ഒരു ഡ്രസ്സ് എടുത്ത് നോക്കിയേ. നമ്മള് ഒരു ഡ്രസ് ഒരു ഷോപ്പിൽ പോയി നമുക്ക് ഒരു ഒരു ചുരിദാർ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം. സെലക്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, അതില് നമുക്ക് അധികം ഇഷ്ടപ്പെടാത്ത ഒരു കളറിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഇപ്പുറത്തെ ചുരിദാറിന്റെ കളറായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അത് ആ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചാലും നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. നമുക്ക് അല്ലെങ്കിൽ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുക ആ ചുരിദാറിൽ കണ്ട ഡിസൈൻ ഇതിലായിരുന്നെങ്കിലോ ഉണ്ടായിരുന്നത് എന്നൊക്കെ തോന്നാറില്ലേ? ചില ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഹെവി വർക്ക് ഡ്രസ്സുകൾ നമ്മൾ കാണും. പക്ഷെ അതിന്റെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു, കളർ ഇഷ്ടപ്പെട്ടു, അതിന്റെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് അത്രയും വർക്ക് വേണ്ടായിരുന്നു, അങ്ങനെ തോന്നും. അപ്പോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, എനിക്ക് ഈ കളറിൽ ഈ മെറ്റീരിയലില് ഈ ത്രെഡ് അല്ലെങ്കിൽ ത്രെഡ് വർക്ക് അല്ലെങ്കിൽ ഈ സീക്വൻസ് വർക്ക് ആ കളറിൽ അത് വേണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെയുള്ള ഒരു സാധനം നമ്മൾക്ക് കിട്ടാണ് ചെയ്യുന്നത് അല്ലെ. അത് തന്നെയാണ് ഈ ഒരു ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ഹോം മെയ്ഡ് സാധനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് കൂടുന്നതിന്റെ അതിന്റെ ഡിമാൻഡ് കൂടുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾക്ക് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച സാധനം കസ്റ്റമൈസ് ചെയ്തിട്ട് കിട്ടുന്നു എന്നുള്ളത് അല്ലേ. നിങ്ങൾ ചെയ്യാറില്ലേ? സ്റ്റിച്ചിങ്ങിനൊക്കെ കൊടുക്കുമ്പോ നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഇങ്ങനെ വേണം അത്രയും നമ്മൾ ഫുള്ള് അവരുടെ അടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കാറില്ലേ? ഇല്ലേ? അതെ. അപ്പോ അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള, അതായത് ഇങ്ങനെ ഹോം മെയ്ഡ് സാധനം ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ചെയ്യുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ എന്തെന്നാ ഉണ്ടാവാ? ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ. നമ്മളെ കൈ കൊണ്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ആ നല്ല ഭംഗിയുള്ള ആ ഒരു സാധനം, ഒരു ഫുഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ആണെങ്കിൽ അതിന്റെ ഡിസൈൻ, അല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ് ആണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഒരു ഹാപ്പിനെസ് ഇല്ലേ. അതാണ് നമുക്ക് പലപ്പോഴും ഏറ്റവും കൂടുതൽ മറ്റുള്ളവയെക്കാളൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും എന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസും, അതുപോലെ തന്നെ അതിലൂടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പും ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാവാറുണ്ട് നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്. ഇപ്പോ സ്റ്റിച്ച് ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്? സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവര് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടോ പുറത്തോട്ട്? കൊടുക്കാറുണ്ട്.
ആ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കോ, വർക്കൊക്കെ ചെയ്തു കൊടുക്കോ? വർക്കൊക്കെ ചെയ്യാറുണ്ട്. വർക്ക് ചെയ്യില്ല. നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വർക്ക് ചെയ്യിപ്പിക്കാറുണ്ടോ? ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു ബ്ലൗസോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാറുണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് അതിലൊക്കെ കൊടുക്കും. സീക്വൻസ് കൊടുക്കാറില്ലേ? ഉം. ഉം. അതിന്റെയൊക്കെ ചെലവ് എത്രത്തോളം ഉണ്ടാവും നമ്മൾ പുറത്ത് കൊടുക്കുന്ന സമയത്ത്? ഇപ്പൊ സ്റ്റിച്ചിങ്ങിനായാലും നമ്മളൊരു ചുരിദാറ് പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു, എങ്ങനെയാണ് അതിന്റെയൊക്കെ ചെലവ് വരാറ്? എല്ലാവർക്കും നമ്മള് അറിയാൻ പറ്റൂലേ? പുറത്തൊരു ചുരിദാർ കൊടുക്കുകയാണെങ്കിൽ 400 500 ഓർഡിനറി. നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ചെറിയ പൈസ കൊണ്ട് കഴിയും. കഴിയും. അപ്പോ ഇപ്പൊ നമ്മള് ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മൾ തന്നെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ആവറേജ് ലെവലിൽ ഒരു റേറ്റ് പറയോ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ എടുത്തു, അത് സ്റ്റിച്ച് ചെയ്തു, അപ്പോ നമുക്ക് വരുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത് ഒരു നോർമൽ ലെവല് 1000. 1000 ഒക്കെ വരും. 1000 ചെറിയ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുമ്പോ, അതായത് ഒരു നമ്മൾ എടുക്കുന്നു നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ നല്ല അല്ല ഉദ്ദേശിച്ചത്. നല്ല ഹെവി മെറ്റീരിയൽ അല്ലല്ലോ, ചെറിയ രീതിയിലുള്ള അല്ലേ? അത് 1000 ഒക്കെ വരും. പക്ഷെ നമ്മൾ ചെയ്യണേ അതിന്റെ പകുതി പോലും വേണ്ട. പകുതി പോലും വേണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മള് ഇപ്പൊ ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന്, ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണ്. അപ്പൊ എന്റേതായിട്ടുള്ള എല്ലാ ഡ്രസ്സും ഞാൻ സ്റ്റിച്ച് ചെയ്യും. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഇതൊക്കെ പഠിച്ചു, ഇത് പലർക്കും അതായിരിക്കും, എന്റെ അടുത്തൊക്കെ ആരെങ്കിലും കൊണ്ട് തരുമോ, അല്ലെങ്കിൽ അപ്പുറത്ത് ആ ചേച്ചി തയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അവിടെ ആ കടയിലാണ് അവരൊക്കെ സ്ഥിരം കൊടുക്കുന്നത്, നമ്മൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കിട്ടോ, തയ്ക്കാൻ കിട്ടോ എന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലേ നമുക്ക്. പക്ഷെ നമ്മൾ ഒരാൾക്ക് തയ്ച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രല്ല, അതിലൂടെയും വരുമാനം ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ എന്തൊക്കെ ഇടും അല്ലെ? പല മോഡൽ ഡ്രസ്സുകൾ ഇടും. അതുപോലെ തന്നെ നമ്മള് ഡെയിലി വെയറുകൾ, ഇതൊന്നും നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലൊന്നും ഉപയോഗിക്കുന്ന സാധനമല്ല അല്ലെ? ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായാലും ഇടക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡെയിലി വെയർ ഒക്കെ നമ്മൾ ഇടക്കിടക്ക് വാങ്ങിക്കുന്നതായിരിക്കും അല്ലെ? ഇത് നമുക്കൊരു നഷ്ടം വരുന്നൊരു കാര്യമല്ല. അപ്പോ നമ്മുടെ സാധനങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമുക്കൊരു ലാഭം ഉണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? അവിടെ നല്ലൊരു സേവിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചിലപ്പോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നല്ലൊരു മെറ്റീരിയൽ അവിടെ കിടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ വെറുതെ ആരെങ്കിലും കൂടെ ഒക്കെ പോയതായിരിക്കും, പക്ഷെ നല്ലൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ കണ്ടു. ചിലപ്പോൾ അത് 100 അതിന് താഴെയോ അല്ലെങ്കിൽ ഒരു 200 ഒക്കെ ആയിട്ടുള്ളതായിരിക്കും റേറ്റ് വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വാങ്ങിച്ചു കൊണ്ടുവരും അല്ലെ? അപ്പൊ ആ ഒരു 200 അല്ലെങ്കിൽ 500 ആ ഒരു റേറ്റില് പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മുടെ സ്കില്ലിലാണ് വരുന്നത് അല്ലെ? ആ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന മോഡൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആകെ നമുക്ക് വരുന്ന ഒരു ചെലവെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതിന്റെ ചെലവ് ഒരു കൂടി വന്ന ഒരു 500 കൂട്ടിക്കോ. ഈ സെയിം സാധനം, ഈ സെയിം മെറ്റീരിയല് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിലോ എത്രയാവും? എത്ര വരും? ഇരട്ടിന്റെ ഇരട്ടി വരും. ഇരട്ടിയോ അതിൽ കൂടുതലോ വരാറുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തു, എന്നിട്ട് അതിന് ഓൾട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കൂലേ? സ്റ്റിച്ചിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വരും. അതിന് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചാർജ് വരും. ഇതൊക്കെ വരും. അപ്പോ നമ്മൾ ഒരാൾക്ക് ഇത് ചെയ്ത് വിൽക്കാവുന്നുള്ളതിനേക്കാൾ നമ്മൾക്ക് സ്വയം
അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾക്കോ നമ്മുടെ കുട്ടികൾക്കോ ഒക്കെ നമ്മൾ തന്നെ ചെയ്തു വരുമ്പോ അതിൽ നിന്ന് നല്ലൊരു സേവിങ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഭയങ്കര കോമ്പറ്റീറ്റീവ് ഏരിയകളും ആണ് അല്ലെ. ഓരോ ഡിസൈനിനനുസരിച്ചിട്ട് ക്യാഷ് വരും അല്ലെ. ഇപ്പൊ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നെക്ക് ഡിസൈൻ ഇത്ര രൂപ, സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ അല്ലെ. അതുപോലെ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് സീക്വൻസ് വർക്ക് ഒക്കെ ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഒരു കല്യാണത്തിനൊക്കെ ഒരു പട്ടുസാരി ഒക്കെ യൂസ് ചെയ്യുന്ന പട്ടുസാരി ആണല്ലോ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ബ്ലൗസ് അതിൽ വർക്ക് ചെയ്യും. ബ്ലൗസിൽ വർക്കൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എക്സ്ട്രാ എത്രയോ ക്യാഷ് മുടക്കിയിട്ടാണ് അല്ലെ ചെയ്യുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അല്ലെ. നമ്മ ഒരു ജോലിക്ക് പോയി, ആ ജോലി നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് ആ പണം നഷ്ടപ്പെട്ടു, ഇതൊക്കെ നമ്മളിൽ നിന്ന് പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ല, ബിസിനസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവാം അല്ലെ. അപ്പോ ഈ നഷ്ടം ഉണ്ടാവുന്ന സമയത്ത് അവർ കോൺഫിഡൻസോടെ കൂടെ നിൽക്കും. ചില ആൾക്കാർ പറ്റിച്ച് തകർക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോ ഈ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, എത്ര നഷ്ടം വന്നാലും. എന്തുകൊണ്ടാ? ഈ ആളിന്റെ സ്കില്ല് ഒരിക്കലും എവിടെയും പോകുന്നില്ല. അതൊന്നും ആർക്കും തകർക്കാൻ പറ്റൂല അല്ലെ. അവർക്ക് ആ ഒരു സ്കില്ലുള്ളിടത്തോളം കാലം അവർക്ക് ഒന്നേന്ന് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്കുള്ള സ്കില്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു. അതിന് വേണ്ട ട്രെയിനിങ് എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ലിനെ നല്ലൊരു വരുമാന മാർഗം ആക്കി മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളൊരു ചെയ്യുന്ന ഒരു കാര്യം, അതായത് നമ്മൾ ഒഴിവ് സമയത്ത് ഇപ്പൊ വീട്ടില് മറ്റു പുറത്തൊന്നും ജോലിക്ക് പോവാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഒഴിവ് സമയത്ത് എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കൂലേ. ചില ആൾക്കാർ ഗാർഡനിങ് നന്നായിട്ട് ചെടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഒരു ഇലച്ചെടികൾ മാത്രം ചെയ്യുന്നവരുണ്ട്, പച്ചക്കറികൾ ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ മാത്രം വെക്കുന്നവരുണ്ട്. അതൊക്കെ ആ ഒരു സ്കില്ലാണ് അവർക്ക്. എല്ലാവരും നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചെടികൾ കാണും. പക്ഷെ ചില ആൾക്കാരുടെ ആ ഒരു ഗാർഡനിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അല്ലെ. അതൊരു സ്കില്ലല്ലേ. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്ന എന്താണ്? നല്ലൊരു ഹാപ്പിനെസ്. ഈ സ്ട്രെസ് ഇപ്പൊ നമ്മൾ കേൾക്കാം, ഡോക്ടേഴ്സ് വരെ പറയാറുണ്ട്, കൂടുതൽ ടെൻഷൻ അടിക്കുന്നവരും അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ കൂടുതലുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു അസുഖങ്ങളും എപ്പോഴും വേദനകളും ഒക്കെ ആയിട്ട് ഡോക്ടറിനെ കാണുന്നവരുണ്ട്. അപ്പൊ ടെസ്റ്റുകളിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർക്ക്. ഒരു സമാധാനക്കേട്, ഓവർ തിങ്കിങ് ഉള്ള ആൾക്കാര്, അതുപോലെ തന്നെ ഒരു ഏകാന്തതയൊക്കെ അനുഭവിക്കുന്ന ആൾക്കാര്, ഇങ്ങനത്തെ ആൾക്കാർക്ക് എപ്പോഴും സ്ട്രെസ്സും എപ്പോഴും ടെൻഷനും ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും. അങ്ങനെയുള്ളവരോട് ഡോക്ടേഴ്സ് വരെ പറയുന്ന, അല്ലെങ്കിൽ കൗൺസിലേഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവാ എന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ എങ്ങനെ? കേട്ടിട്ടുണ്ട്. അപ്പോ അത് പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാനസികമായിട്ടൊരു നല്ലൊരു റിലീഫ്, നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല. അപ്പോ നമുക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഒളിച്ചോടാനായിട്ട് ചിലപ്പോ അതിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാവാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവുക. ചിലപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടാവാം അല്ലെ. ചിലപ്പോ ഒരുപാട് പേര് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഇഷ്യൂസോ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു വീട്ടിലുള്ളവര്, ഇവര് കുറച്ചൊരു റിലാക്സേഷൻ കണ്ടെത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടായിരിക്കാം
അല്ലെ? അങ്ങനെ എന്തെങ്കിലും അപ്പൊ നമുക്ക് ഉള്ള ഒരു സ്കില്ല് അതൊരു ഹോബിയാക്കി മാറ്റി, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെറുതെ കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ വെറുതെ ഓരോ വീഡിയോസ് കണ്ട് സമയം കളയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊക്കെ നല്ല ആക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആക്റ്റീവ് ആക്കി മാറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ അത്രയും വേസ്റ്റ് ആക്കി കളയുന്ന ആ ഒരു ടൈമിനെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നമ്മൾ ഇപ്പൊ പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരും ചെയ്യുന്നുണ്ട്, അല്ലാത്തവരും ചെയ്യുന്നുണ്ട് അല്ലെ? വരുമാനം ആഗ്രഹിക്കുന്നവർ പുറത്ത് ജോലിക്ക് പോകുന്ന ആൾക്കാരും അത് സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വീട്ടില് ഹൗസ് വൈഫ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലോട്ട്, വരുമാനത്തിലോട്ട് മാറ്റാം എന്ന് ചിലപ്പോ ചില ഐഡിയാസ് ഉള്ളിൽ ഉണ്ടായിരിക്കും. പക്ഷെ അത് എങ്ങനെയൊക്കെ ചെയ്യും എന്നറിയാത്തവരും ഒക്കെ ആയിട്ട് പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോ നമുക്ക് ഇതിൽ ചെയ്യുന്നതിലൂടെ നമ്മൾ കൂടുതലും കണ്ടു വന്നിട്ടുള്ളത്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു പ്രത്യേക ഒരു മാനസിക സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പോ ഈ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കൈകൊണ്ട് നമ്മളുടെ കഴിവിനെ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസിനെ ഒരു വരുമാന മാർഗം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാവുന്ന ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു ചെയ്ത കാര്യം നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ, അല്ലെ? ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് തന്നെ എടുത്തോ, നമ്മള് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു, നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്നു, അത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറില്ല ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു. വേറെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് വാങ്ങി, ആര് ചെയ്ത്, ചില വർക്കുകളൊക്കെ കാണുന്ന സമയത്ത് പറയും. അതായത് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരിക്കും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയാസ് ആയിരിക്കും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ കാണുമ്പോൾ പലരും ചോദിക്കാറില്ല ഇത് എവിടെ നിന്നാണ് എന്നുള്ളത്, ചോദിക്കാറില്ല നമ്മളടുത്ത്. അപ്പോ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ മുമ്പിൽ അത് ഞാൻ ചെയ്തതാണ് എന്ന് പറയുമ്പോ അവരത് അംഗീകരിക്കുമ്പോൾ ഉള്ളൊരു നമ്മളുടെ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ, അത് മറ്റുള്ളവരുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത്, ഇത് ഡ്രസ്സ് എന്ന് മാത്രമല്ല എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു ഫുഡ്, നമ്മളൊരു നല്ലൊരു ഫുഡ് ഉണ്ടാക്കി മക്കൾക്ക് സ്കൂളിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ചോദിക്കും അല്ലെ, വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുക, അതിന്റെ റെസിപ്പി പറയോ, നമ്മളടുത്ത് ചോദിക്കാറില്ലേ ഇതൊക്കെ? അപ്പോ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കില്ലിനെ വരുമാന മാർഗമാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നുള്ളത്, അത് ഏത് സ്കില്ലായിക്കോട്ടെ, പാട്ട് പാടുന്നവരായിക്കോട്ടെ, അതിലൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പാട്ട് പാടുന്ന ആളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല മെലഡി സോങ്സ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത് അല്ലെ, മാർക്കറ്റ് ചെയ്യുന്നത്. ചില ആൾക്കാര് നല്ല നമുക്കൊക്കെ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സോങ് ഇങ്ങനെ പാടും അല്ലെ, മെലഡീസ്. അതുപോലെ തന്നെ കുക്കിംഗ് നമ്മൾ നോക്കാറില്ലേ യൂട്യൂബില്. അതുപോലെ തന്നെ ഈ ഡ്രസ് ഡിസൈനിങ്, സ്റ്റിച്ചിങ്, എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഏരിയാസും ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്. അപ്പോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് പറഞ്ഞ പോലെ തന്നെ സ്വന്തം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. ശരിയല്ലേ? കുറച്ച് ചെറിയൊരു ഏർണിങ്സ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലേക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടാറില്ലേ അത്? നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സന്തോഷം നിങ്ങൾക്കും തോന്നാറില്ലേ? ഓക്കെ. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെ, വീട്ടിലിരുന്നിട്ട് നമുക്കിതൊക്കെ വീട്ടിലിരുന്നിട്ട് നമ്മൾ അനുസരിച്ച് ചെയ്യാൻ പറ്റും അല്ലേ?
അതുപോലെ തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവും, അപ്ഡേഷൻസ്. നമ്മൾ ഏത് കാര്യത്തിലാണോ നമ്മുടെ സ്കില്ലുള്ളത് അതിലൊക്കെ നല്ല ഡെവലപ്പ് വരും. അതുപോലെ തന്നെ കോൺഫിഡൻസ്, നമ്മൾ ആ ഒരു കാര്യം ചെയ്തു അതിൽ നിന്ന് ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്. എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാവുക? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അല്ലെ. ഇപ്പൊ നമ്മൾ തന്നെ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മൾക്ക് തന്നെയാണ് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും, നമ്മളത് പുറത്തുനിന്ന് വാങ്ങിച്ച് ഒരുപാട് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ക്യാഷ് എന്താവുന്നുണ്ട്, ചെലവാവുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു സേവിങ്സ് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, അതിൽ നിന്നുണ്ടാവുന്ന കോൺഫിഡൻസ്, പിന്നെ ഒരുപാട് നമ്മൾ കൊണ്ട് കഴിയും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നല്ലൊരു ബിസിനസ് തന്നെ ആക്കി ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും അല്ലെ. അതുപോലെ തന്നെ ബ്രാൻഡിങ്. ഇപ്പൊ ഈ ഡ്രസ്സിന്റെ ഒക്കെ ഇത് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഓരോരുത്തരും അതിൻ്റെതായ ബ്രാൻഡ്, സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള അവര് ചെയ്യുന്ന അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അതിനെ ഒരു കോപ്പിങ് അല്ലാണ്ട് തന്നെ മിക്കവരും ഇപ്പൊ ചെയ്യുന്ന എല്ലാതും ബ്രാൻഡ് ആക്കിയിട്ട് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്. നമ്മ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മളാണ്. നമ്മളിലൂടെ മാർക്കറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡ്രസ്സ് തന്നെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളാണ് അത് ഇടുന്നത്. അത് കണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കും, നമ്മുടെ റിലേറ്റീവ്സ് ചോദിക്കും, അടുത്തുള്ളവർ ചോദിക്കും, നമ്മുടെ മക്കൾക്ക് നമ്മൾ അത് ചെയ്തു കൊടുക്കുമ്പോൾ അവര് ചോദിക്കും. ഇപ്പോ കുട്ടികളൊക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് അതിനെ കുറിച്ചിട്ട് ചോദിക്കും. ചിലപ്പോ എനിക്കും അതുപോലെ വേണമെന്ന് പറയും. ഫ്രണ്ട്സ് പോയി പറയുമ്പോൾ അവരുടെ പാരന്റ്സ് നമ്മളെ വിളിക്കും. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഈ സ്റ്റിച്ചിങ് എന്ന് മാത്രല്ല കേട്ടാ, ഇതുപോലത്തെ എന്തും. ഒരു നല്ലൊരു സാധനം, ഒരു നല്ലൊരു അച്ചാറ് സ്കൂളിലോട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ചോദിക്കാറില്ലേ? മക്കൾ വന്ന് പറയാറില്ലേ? യെസ് മാം. അതെ. അതുപോലെ തന്നെ അപ്പൊ മാർക്കറ്റിംഗ് എല്ലാവരുടെയും ഒരു ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ തന്നെയാണ് അതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ എന്താണ്, ഒരുപാട് വഴികളുണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെ. സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി, അത് എന്തൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, വാട്സപ്പില് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അറിയുന്നവരൊക്കെ അതിൽ ആഡ് ചെയ്യുക, ആ പ്രൊഡക്റ്റ് അതിലിടുക, സെയിൽ ചെയ്യുക, റീസെല്ലിങ്. അതുപോലെ തന്നെ ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമില്, യൂട്യൂബില് ഇവിടെയൊക്കെ പ്രൊഡക്റ്റ് ചാനൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ഈ പ്രൊഡക്റ്റ് ഇടുന്ന നമ്മൾ തന്നെ ഒരുപാട് പേജിൽ നിന്ന് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവരല്ലേ. ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണ് ഇവരെല്ലാവരും. അതുപോലെ തന്നെ ഇതിന്റെ ഒക്കെ തൊഴിലവസരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ, ഇപ്പോ സ്റ്റിച്ചിങ് അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കാം. സ്റ്റിച്ചിങ് അറിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ലാഭം ഉണ്ടാവും. സ്റ്റിച്ചിങ് അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ, ഈ ആരി വർക്ക് പോലെ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്ക് പോലെയുള്ള ഡിസൈനുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഓരോ ഷോപ്പുകളില് ഇപ്പൊ സ്റ്റിച്ചിങ് ഒക്കെ നടത്തുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ ഒരു ബുട്ടീക്കുകള് ഇവിടെയൊക്കെ കണ്ടിട്ടില്ലേ, ഡിസൈനർമാരെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ആ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു മെറ്റീരിയല് എടുക്കുന്നത് മുതല് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അല്ലെ. ചില വീഡിയോസിലൊക്കെ കാണാറില്ലേ, സ്റ്റിച്ച് ചെയ്യുന്നത്, അത് ഡിസൈൻ ചെയ്യുന്നത്, അത് പാക്ക് ചെയ്യുന്നത്, ഇതൊക്കെ കാണാറില്ലേ നമ്മള്?
അപ്പോ നമ്മൾ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തൊഴിലവസരം എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അത് നമ്മൾ നോക്കണം, അതിനായിട്ട് ഇറങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബുട്ടീക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും രീതിയിൽ. ചിലപ്പോ തുടക്കത്തിൽ എല്ലാവരും ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പേജ് ഉണ്ടാക്കുന്നു, വീട്ടിൽ തന്നെ നമ്മുടെ റൂമിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെറിയൊരു ഷോപ്പ് പോലെ എടുക്കുന്നവരുണ്ട്, അത് നല്ലൊരു ബുട്ടീക്കായിട്ട് മാറ്റുന്നവരുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ ഒരു തൊഴിലവസരത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാണ്. ഞാൻ ഒരു തവണ ഒരു ഷോപ്പിൽ പോയി, ഇതുപോലെ സ്റ്റിച്ചിങ്ങിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടായിരുന്നു, ഒരു ചേച്ചി. അപ്പോ അതിനെ കണ്ടപ്പോ അതൊരു ദിവസം എന്റെ അടുത്ത് ചോദിച്ചു, മെഹന്തി ഇടുമോ ചോദിച്ചു. അപ്പൊ മെഹന്തി ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ നമുക്ക് അറിയാവുന്നവരെയോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. അവരോട് അവര് ചിലപ്പോൾ അന്വേഷിച്ച് നടക്കായിരിക്കും. അപ്പൊ അവർക്ക് ബാക്കിയുള്ള എല്ലാ പണികളും അവര് ചെയ്യും, പക്ഷെ അവർക്ക് മെഹന്തി ഇടാനുള്ള ഇതില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, അപ്പോ അതിന് ആളില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാര് ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോ ചിലപ്പോ ആ കല്യാണം പെണ്ണ് ചിലപ്പോ ചോദിക്കും, നിങ്ങൾ ഡിസൈനിങ് ചെയ്യോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ നമ്മളെ കണക്ട് ചെയ്യുന്ന ഓരോരുത്തരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവസരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം പഠിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റും, അല്ലെ? നല്ലൊരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഡിസൈനിങ് പഠിപ്പിച്ചു കൊടുത്തൂടെ? അപ്പോ ഇതിലൂടെയൊക്കെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ബെനിഫിറ്റുകളാണ്. അതുപോലെ തന്നെ ചെറിയ മുതൽ മുടക്ക് ആണ് ഇതിനൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മള് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ പകുതിയോളം നമുക്ക് എന്താവുന്നുണ്ട്, ആ ഒരു ലാഭം ഇതിലൂടെ ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മ എന്തൊരു വസ്തു എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോ ഈ ഹാൻഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു ഹോബി, അത് മാത്രല്ല വരുമാനവും കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതുപോലെ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ സ്കില്ലിനെ ആരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണോ? ഓക്കെ. അപ്പോ ഇപ്പൊ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാല് നമ്മൾക്കുള്ള ഒരു സ്കില്ല് അല്ലെങ്കിൽ നമ്മൾ ഒഴിവു സമയത്ത് ചെയ്യുന്ന ഒരു ഹോബി, അതിലൂടെ നമുക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ ചില ആൾക്കാർ പറയും, എനിക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് അറിയില്ല, സ്റ്റിച്ചിങ് അറിയില്ല, പാടാൻ അറിയില്ല, വരയ്ക്കാൻ അറിയില്ല, കുക്കിംഗ് അറിയില്ല, ഒന്നും അറിയില്ല. ചിലപ്പോ അവര് നല്ല ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ട്യൂഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത മനുഷ്യരായിട്ട് ഇല്ല എന്നുള്ളതാണ്, അല്ലെ? നമ്മൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ വരെ ഒരുപാട് കഴിവുകൾ ഉള്ളവരും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ആണ് നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം, അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ. അപ്പോ ഇതാണ് നമ്മളുടെ ഒരു ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോ നമ്മള് ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്റ്റിച്ചിങ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല, സ്റ്റിച്ചിങ് അറിയുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഡിസൈനിങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആരി വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരിക? എംബ്രോയിഡറിയും അതുപോലെ തന്നെ സീക്വൻസ്, ബീഡ്സ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ ഒരു ആരി വർക്ക് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുകൾ, ചില ആൾക്കാർക്ക് ഇങ്ങനെ കുറെ ഹെവിനെസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതുണ്ട്, എംബ്രോയിഡറീസ്. അതുപോലെ തന്നെ കട്ട് വർക്കുകൾ,
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ട്. ഇപ്പൊ ഒരു ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുള്ള അവസരങ്ങളൊക്കെ ഇന്ന് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഒരു കാര്യം പഠിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കുക എന്തായിരിക്കും? അത്രയും രൂപ കൊടുത്തിട്ടല്ലേ അത് പഠിക്കണ്ടേ എന്നുള്ളത്. ആ ഒരു അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതേപോലത്തെ അത്രയും കുറെ രൂപ ക്യാഷുകൾ നമുക്ക് അതിലൂടെ ഉണ്ടാക്കാനും പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചിന്തിക്കാത്ത കാര്യം. അപ്പോ എല്ലാവർക്കും നല്ലൊരു എല്ലാവരുടെയും സ്കില്ലിനെ വളർത്തിയെടുക്കാനും അതിലൂടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനൊക്കെ സാധിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ ഐഡിയാസ്, നിങ്ങളെ പ്ലാനിങ്ങുകൾ, അതിനെ കുറിച്ചിട്ടൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു ഷജില മാം. താങ്ക് യു. വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് കിട്ടിയ ഈ ഒരു വെബിനാർ വെറും ഒരു ഹാൻഡ് വർക്ക് എന്നതിനപ്പുറത്ത് നമ്മുടെ സ്കില്ലുകൾ, നമുക്ക് ഓരോ വ്യക്തികൾക്കും പല സ്കില്ലുകളായിരിക്കും. ആ സ്കില്ലുകൾ നമ്മൾ പുറത്തേക്ക് ഔട്ട് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ അത് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നമുക്കുണ്ടായ പല കഴിവുകളും തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു മേഖലയിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ പോകുന്നത് പലപ്പോഴും നമ്മളെ ലൈഫിന്റെ പല തിരക്കുകൾ കൊണ്ട്, പല സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനുത്തരം തേടി നടക്കുന്ന തിരക്കുകളിലായതുകൊണ്ടാവാം. ഓരോ വ്യക്തിക്കും നമ്മളിപ്പോ കാണുന്ന പല ഡ്രസ്സുകളാണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലാണ്. ഓരോരുത്തരും അവരവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്തതാണ് നമ്മളിപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന പല ഡ്രസ്സുകളും. അതേപോലെ ഡ്രസ്സല്ല, മറ്റെന്ത് കാര്യമാണെങ്കിലും ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ഒരു ക്ലാസ് നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ മറ്റുള്ളവരുടെ സ്കില്ലുകൾ ഉപയോഗിച്ച് ജീവിക്കുന്നവരായിരിക്കും പലരും, അല്ലെ? നമുക്കൊരു സ്കില്ലും ഇല്ല, ഒരു കഴിവും ഇല്ല, എനിക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും. ആ ചിന്തയെ മാറ്റാൻ നമുക്ക് ഒരു തുടക്കം എന്ന നിലക്ക് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും കഴിയും എന്നുള്ളതാണ് ആ ഒരു ക്ലാസ്സിൽ നമ്മളെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷവും, അതേപോലെ നമുക്ക് ലൈഫിൽ നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. താങ്ക് യു. താങ്ക് യു. ഹായ് ഷജില മാം. ഹലോ, പറയൂ. നല്ലൊരു സെഷനായിരുന്നു. കാരണം നമ്മളെ സ്കില്ല് അല്ലെങ്കിൽ പാഷന് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു നല്ലൊരു വരുമാന മാർഗം ആവാൻ വേണ്ടിയിട്ട്, ഇപ്പം വെളിയിലൊന്നും ജോലി ചെയ്യാൻ പോവാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ അതിന് സമ്മതിക്കാത്ത, സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലേ. ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യണ്ടെന്നൊക്കെ പറയുന്നവർക്ക് വീട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ സ്കോപ്പ്, അതൊക്കെ ഇന്ന് മാം നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്തു. അതുപോലെ തന്നെ പിന്നെ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാനും, ഇപ്പം അതിനൊക്കെ ഇപ്പോൾ നല്ല ഡിമാൻഡാണല്ലേ, ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും. അപ്പോൾ അതിൻ്റെ പിന്നെ സ്കോപ്പ് കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും. അതുപോലെ തന്നെ നമ്മളെ പാഷന് ഇപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താ, നമുക്കുള്ളിലുണ്ടാവുന്ന പല കഴിവുകൾ ഉണ്ടാവില്ലേ, നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തത്, അതൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പം നമ്മളെ കഴിവുകൾ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ് ഈ എന്താ പറയുക, ഹാൻഡ് വർക്ക് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നന്നായിട്ട് എന്താ പറയുക, മനസ്സിലാക്കാൻ പറ്റിയൊരു സെഷൻ കൂടിയായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു. ചിലപ്പോ നല്ല സ്കില്ലുള്ളവരൊക്കെ ഉണ്ടാവും, ഒന്നും ചെയ്യാതിരിക്കുന്നവര്. മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട്
അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഇറങ്ങാതിരിക്കുന്നവരൊക്കെ ഉണ്ടാവാം അല്ലെ. അപ്പോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ. നമ്മൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതൊക്കെ വാങ്ങാൻ പോകുന്ന ആളുകളൊക്കെ ഇതുപോലെ മുന്നോട്ട് വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും അങ്ങനെ ഒരു സ്കില്ല് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മാത്രം മതി. അവർ വന്ന വഴികളിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അന്വേഷിക്കുക. അപ്പൊ അവര് നമ്മളെക്കാൾ ബുദ്ധിമുട്ടിലൂടെ വന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, നിങ്ങളുടെ സ്കില്ലിനെ ഒരു വരുമാന മാർഗമായിട്ട് മാറ്റുക. അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് വളർച്ച അതിലൂടെ ഉണ്ടാവും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും. അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. Good night. Thank you.